നമസ്കാരം. ജ്യോതിഷ വിചാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ധാരാളം മെസ്സേജുകളും കത്തുകളൊക്കെ നമുക്ക് വരുന്നുണ്ട്. നിങ്ങൾക്കിപ്പോഴും വാട്സപ്പ് ചെയ്യാൻ നമ്പർ 9446133100 എന്ന നമ്പറിലേക്ക്. ഇന്ന് ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം. ഒന്ന് വിളിക്കൂ, കുറേ കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ 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 നമസ്കാരം. ഹലോ, ആരാണ്? ഹരി പത്മനാഭൻ എന്ന് പറയും, സൂര്യ ടി വിന്നാ. ആ ആ ആ ആ ആ പറയൂ. അത് പെട്ടെന്ന് വിളിച്ചപ്പോ എനിക്ക് എന്നാ ശരി, ഞാൻ പെരിയ ഒന്ന് വിളിക്കട്ടെ, കട്ട് ചെയ്തിട്ട്. അല്ല അല്ല പറയാം ഞാൻ വെറുതെ പറഞ്ഞു. എന്റെ തമാശകൾ നിങ്ങൾക്ക് ഓർക്ക് തമാശയായിട്ട് തോന്നില്ലേ? അതല്ല സാർ, ഞാനേ പെട്ടെന്ന് ഓക്കെ. എന്തുകൊണ്ട് വിശേഷം? നല്ല വിശേഷം. ശരി, ഡേറ്റ് ഓഫ് ബർത്ത് പറയണേ. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 12/12/1979. സമയം 10:30. രാവിലെയാണോ? രാവിലെ 10:30. ഉത്രം നക്ഷത്രം. അന്ന് ബുധനാഴ്ച ദിവസമായിരുന്നു. വൃശ്ചിക മാസം 26-ാം തീയതി ആയിരുന്നു. ഉത്തര നക്ഷത്രം കന്യരാശിയാണ്. കാരണം ഉത്തര നക്ഷത്രത്തിന് 2 രാശിയുണ്ടെന്ന് അറിയാലോ അല്ലേ? ഒന്ന് ചിങ്ങമുണ്ട്, കന്യയുണ്ട്. ഇത് കന്യരാശിയാണ്. നിങ്ങൾക്കിപ്പം ഈ വ്യാഴദശയിൽ കേതുവിൻ്റെ അപഹാരം തുടങ്ങിയിട്ടുണ്ട്. അത് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ആരോഗ്യപരമായ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധിക്കണം. പിന്നെ ഭയങ്കര മാനസിക സമ്മർദ്ദങ്ങളായിരിക്കും. വല്ലാതെ ടെൻഷൻ അടിക്കുകയും ചെറിയ കാര്യങ്ങൾക്ക് തന്നെ വല്ലാണ്ട് ഡെസ്പായി പോവുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുള്ള പീരീഡാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക. മാത്രമല്ല, ജീവിതത്തിൽ തന്നെ കുറേയേറെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും മാനസിക സംഘർഷങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പീരീഡ് ആയിരുന്നു കുറച്ചു കാലമായിട്ട് കടന്നു വന്നത്. നമ്മൾ നല്ലത് എന്ന് ചിന്തിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പോലും കുറച്ച് കുഴപ്പമൊക്കെ ആയി തീരുകയും ഒക്കെ ചെയ്യുന്ന പീരീഡ് ആയിരുന്നു. അതിപ്പോൾ ഒന്ന് മാറുകയാണ്. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് എല്ലാ കാര്യങ്ങളിലും കരുതൽ പുലർത്തി മുന്നോട്ട് പോകാൻ വേണ്ടി കൂടെ നോക്കിക്കോണം. എന്ത് ചെയ്യുമ്പോഴും ഒന്ന് ആലോചിച്ച് ചെയ്യാൻ നോക്കണം. നിങ്ങൾ എന്താ പറയുമ്പോൾ നിങ്ങളുടെ ജാതകപ്രകാരം ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡാണ്. നേരെ പോ സ്വഭാവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും പല കാര്യങ്ങളിലും സ്ട്രെയിറ്റ് ആയിട്ട് അഭിപ്രായങ്ങൾ പറയുകയും അത് കേൾക്കുന്നവരിൽ നിന്ന് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. ശരിക്കും ഇപ്പം ഭയങ്കരമായിട്ട് ഒരു മെൻ്റൽ സ്ട്രെയിൻ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പീരീഡാണ്. അപ്പം അതൊന്ന് കുറച്ച് ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകാൻ വേണ്ടി നോക്കുക. നെഗറ്റീവ് ചിന്തകളൊക്കെ മാറ്റുക, പോസിറ്റീവായിട്ട് പോകാൻ നോക്കുക. പിന്നെ ജീവിതത്തിൽ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ പ്രശ്നങ്ങളെ മാത്രം ഹൈലൈറ്റ് ചെയ്ത് അത് മാത്രം ചിന്തിച്ച് നെഗറ്റീവ് ആകാതിരിക്കാൻ നോക്കണം. പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് തന്നെ നല്ല കഴിവുള്ള ആളാണ്. എനിക്ക് തോന്നുന്നു ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ വേണ്ട രീതിയിൽ വിനിയോഗിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ജീവിതത്തിൽ വലിയ ഉയർച്ചകളൊക്കെ നേടിയെടുക്കുന്നതിന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധിക്കുമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ആ ഒരു വല്ലാത്ത സ്ട്രഗിൾ ചെയ്യുന്ന പീരീഡുകൾ ലൈഫിൽ വല്ലാണ്ട് നിങ്ങൾ ആ സമയത്തൊന്ന് ടെൻഷൻ അടിച്ചിട്ട് അതിനെ ഓവർകം ചെയ്യാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്ന രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയി. അതാണ് നിങ്ങളുടെ ലൈഫിന് സംഭവിച്ച ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതോടൊപ്പം എന്താ വെച്ചാൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഒന്ന് പോകാൻ നോക്കണം. തുളസിമാലയും അർച്ചനയും നെയ്വിളക്കും മാസത്തിലൊരു വ്യാഴാഴ്ച ദിവസം വീതം 1 വർഷം നടത്താൻ വേണ്ടി നോക്കിക്കോണം കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ മാസത്തില് ഗുരുവായൂർക്ക് പോയിരുന്നു. എനിക്ക് അതിനുശേഷം ഞാൻ സാറിനോട് പറയാതെ എനിക്ക് ഭയങ്കര ഒരു എനർജിക്കലായിട്ട് എനിക്ക് എന്തൊക്കെയോ ഒരു ഇതുപോലെ അതിനു മുമ്പ് വരെ എനിക്ക് എന്തൊക്കെയോ ഭയങ്കര വിഷമങ്ങളായിരുന്നു. അത് വേണം. നമ്മൾ മറ്റുള്ളവരെ ഒന്നും ചിന്തിക്കേണ്ട, മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കണ്ട. പോസിറ്റീവായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് മാറ്റം ഉണ്ടാവും. ധൈര്യമായിട്ടിരി. ഓക്കെ. ഇന്നത്തെ ജ്യോതിഷ വിചാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷ വിചാരത്തിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാം. കത്തുകളിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, സംശയങ്ങൾ എല്ലാം ഞങ്ങളെ എഴുതി അറിയിക്കാം. കത്തുകളിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കേണ്ട. വാട്സപ്പിലൂടെയും നിങ്ങൾക്ക് സംശയങ്ങൾ ഞങ്ങളോട് ചോദിക്കാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9446133100. കത്തുകൾ അയക്കേണ്ട വിലാസം സൂര്യ TV, ഹെവൻലി പ്ലാസ, സിവിൽ ലൈൻ റോഡ്, വാഴക്കാല. പിൻകോഡ് 682021. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.